ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നൈനിയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. നയനയും ആദർശും ഹണിമൂൺ ആഘോഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഏതായാലും അടിപൊളി റൊമാൻസ് സീനുകളൊക്കെയാണ് നമ്മൾ ഇന്നും കണ്ടത്. നാളെയും കുറച്ച് റൊമാൻസ് സീനുകളൊക്കെ കാണാൻ പോകുന്നുണ്ട്. അതിനിടയിൽ അവർക്ക് ഒരു കുഞ്ഞുണ്ടാകുന്ന കാര്യവും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും ഇനിയിപ്പം ഒത്തിരി നീട്ടിക്കൊണ്ട് പോകണ്ട. എല്ലാവരുടെയും സന്തോഷത്തില് എല്ലാവർക്കും സന്തോഷം ഉണ്ടാകാനായിട്ട് പ്രത്യേകിച്ച് ദേവയാനിക്ക് വേണ്ടി ഒരു പേരക്കുട്ടീനെ നൽകാനാണ് നമ്മുടെ ആദർശ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അടിപൊളി വിശേഷമൊക്കെ ആയിട്ട് അവര് അങ്ങ് മുന്നോട്ടേക്ക് പോകുന്നു. ഏതായാലും ഇതേ സമയം നമ്മൾ ഇന്ന് ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് വേറൊന്നുമല്ല, നമ്മുടെ അനിയുടെ കാര്യം കുറച്ച് കഷ്ടത്തിൽ തന്നെയാണ്. അനിയുടെ ജീവിതം ഒരിക്കലും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകില്ല എന്ന് എനിക്കറിയാം. അതുപോലെ ഒരു പെണ്ണിനെയാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ അനാമികയുടെ കാര്യം സ്വന്തം കൂട്ടുകാരോട് പറയുന്നത് നമ്മുടെ നന്ദു മാറി നിന്ന് കേൾക്കുകയാണ് കേട്ടോ. അപ്പൊ നന്ദു ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നന്ദുവിനും ഒരു ചെറിയ ഒരു സഹതാപം അല്ലെങ്കിൽ ഒരു കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട്. താനാണല്ലോ അനാമികയുടെ ആ ഒരു ഇതിലേക്ക് തള്ളിവിട്ടത് എന്നൊരു സ്വയം ഒരു കുറ്റബോധം നമ്മുടെ നന്ദുവിന് തോന്നുകയാണ്. അപ്പൊ നന്ദു അവിടെ നിൽക്കുന്നത് കണ്ടത് കൂട്ടുകാരന്മാര് പറഞ്ഞു, ദേ നന്ദു നിൽക്കുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നന്ദു പെട്ടെന്ന് ഒഴിഞ്ഞു മാറി പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ അനി പറഞ്ഞത്, നന്ദു നീ എന്താ എന്നെ കാണുമ്പോ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നത്? നീ അവിടെ നിൽക്കുക, എന്തിനാ നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറി പോകുന്നത്? നമ്മൾ പണ്ടും ഫ്രണ്ട്സ് അല്ലായിരുന്നോ? നിനക്ക് എന്താ ഇപ്പോഴും എന്നെ ഫ്രണ്ട് ആയിട്ട് കണ്ടാൽ? അപ്പൊ നീ എന്നെ ഫ്രണ്ട് ആയിട്ട് ഇപ്പോഴും കാണുന്നില്ലാത്തത് കൊണ്ടല്ലേ നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ നന്ദു പറയുന്നുണ്ട്, വേണ്ട, എന്തിനാ അനി വെറുതെ? ഇനി ഓരോ പ്രശ്നങ്ങൾ വഷളായി വരികയുള്ളൂ. അതെന്റെ ചേച്ചിമാരെയും ബാധിക്കും. അതുകൊണ്ട് എനിക്ക് വല്ലാത്ത പേടിയാ. നിന്നെ എവിടെ വെച്ച് കണ്ടാലും ഞാൻ ഒഴിഞ്ഞു മാറി പോകുന്നത് അതുകൊണ്ട് തന്നെയാ. പിന്നെ നിന്റെ ജീവിതവും ഒരിക്കലും ഞാൻ കാരണം പോകാൻ പാടില്ല. അനാമിക ഇപ്പൊ നിന്റെ ഭാര്യ, നീ താലി കെട്ടിയ പെണ്ണ അനാമിക. അവളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നതും മിണ്ടുന്നതും സംസാരിക്കുന്നതും ഒക്കെ അവക്ക് ചിലപ്പോൾ കുറ്റമായിരിക്കാം. അത് ചിലപ്പോൾ എന്നല്ല, അത് കുറ്റം തന്നെയാണ്. ഒരുപക്ഷെ നീ എന്റെ ഫ്രണ്ട് ആയിരുന്നുവെങ്കിലോ ഒക്കെ അങ്ങനെ അല്ലായിരുന്നുവല്ലോ നമ്മൾ തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് വേണ്ട, ഇനി എന്തിനാ വെറുതെ പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണത്? അതിന്റെ കാര്യമില്ലല്ലോ. ഇപ്പൊ തന്നെ ഞാൻ കേട്ടു, സമാധാനമില്ലാതെ നീ നടക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കറിയാം അനാമിക അഡ്ജസ്റ്റ് ചെയ്യാൻ നിനക്ക് പാടായിരിക്കുമെന്ന്. കാരണം അവളുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം. ഒരിക്കലും ഒരാണും ഇഷ്ടപ്പെടാത്ത സ്വഭാവത്തിന് ഉടമയാണ് അനാമിക. എങ്കിലും ഒരു കാര്യം ഞാൻ പറയട്ടെ, നിന്റെ വീട്ടിലെ മുത്തച്ഛനും മുത്തശ്ശിയും അതുപോലെ തന്നെ നിന്റെ വല്യമ്മയും നിന്റെ അമ്മയും നിന്റെ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടം അനാമികയാ. അപ്പൊ പിന്നെ അനാമികയെ നിനക്ക് സ്വീകരിച്ചുകൂടെ? നിനക്ക് ഭാര്യയായിട്ട് അംഗീകരിച്ചുകൂടെ? എന്തിനാ അവളെ ഇങ്ങനെ അകറ്റി മാറ്റി നിർത്തുന്നതെന്ന് പറയുമ്പോൾ ഞാനാണോ അകറ്റി മാറ്റി നിർത്തുന്നത്? ഒരിക്കലും ഞാനല്ല അകറ്റി നിർത്തുന്നത്. അവളുടെ സ്വഭാവത്തിന് ഞാൻ അവളെയോട് എങ്ങനെ അടുത്ത് പെരുമാറാനാണ്? എന്തിനും ഏതിനും കുറ്റവും കുറവും അല്ല. അവക്ക് എന്റെ ഭാര്യ എന്ന പദവിയേക്കാൾ വേണ്ടത് നന്ദു നിനക്ക് മനസ്സിലായിട്ടില്ല. അവക്ക് അനന്തപുരി തറവാട്ടിലെ അവകാശമാ. അനന്തപുരി തറവാട്ടിലെ മരുമകൾ എന്നുള്ള ആ ഒരു പേര് മാത്രം അവക്ക് വേണ്ടത്. അല്ലാതെ ഒരിക്കലും അനിയുടെ പെണ്ണായിട്ട് അവൾ അറിയപ്പെടാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അവളെ ഞാൻ എങ്ങനെ സ്നേഹിക്കും? എനിക്ക് ഒരിക്കലും പറ്റില്ല. ഏതായാലും ഇനി എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് മുന്നോട്ടേക്ക് പോകത്തുള്ളൂ എന്നൊക്കെ പറയാണ്. അപ്പോഴത്തേക്കും നന്ദു പറയുന്നുണ്ട്, ഇല്ല, ഒരിക്കലും ഞാൻ ഇനിയിപ്പം അങ്ങോട്ടേക്ക് വരികയോ അതുപോലെ തന്നെ അനിയെ കാണാനോ ഞാൻ കൂട്ടാക്കില്ല. ഞാൻ ഇപ്പൊ പെരുമാറുന്ന പോലെ തന്നെയായിരിക്കും ഇനി അങ്ങോട്ടേക്ക് പെരുമാറുന്നത്. കാരണം അത് എന്റെ ചേച്ചിക്കും എന്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ കൊടുത്ത വാക്കാണ് ഞാൻ. അതുകൊണ്ട് ആ വാക്ക് മറികടന്ന് ഞാനൊന്നും ചെയ്യില്ല. അതുകൊണ്ട് നീയും നിന്റെ കുടുംബത്തിന്റെ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലതുപോലെ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞു മാറി നമ്മുടെ നന്ദു പോവുകയാണ്. അപ്പൊ ശംഖ് പൊട്ടുന്നൊരു അവസ്ഥയിലാണ് അനി അപ്പോഴും ഉള്ളത്. അപ്പൊ കൂട്ടുകാരന്മാര് പറയുന്നുണ്ട്, നിനക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് നീ നന്ദുവിനെ ഒഴിവാക്കിയത് തന്നെയാണ്. നന്ദുവിനെ ഒഴിവാക്കി നീ അനാമികയെ വിവാഹം കഴിച്ചത് തന്നെയാണ് നിനക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു മനസ്സില് ഒരു പെൺകുട്ടിയിലധികം കുറെ പെൺകുട്ടികളെ കൊണ്ട് നടക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ അപൂർവം ചിലര് മാത്രമാണ് അങ്ങനെ ഉള്ളത്. പക്ഷെ നീ അങ്ങനെയല്ല. അതുകൊണ്ട് ഇനിയിപ്പം നീ നന്ദുവിനെ മനസ്സിൽ നിന്ന് മാറ്റിക്കളഞ്ഞിട്ട് അനാമികയെ സ്നേഹിക്കാൻ നോക്ക്. അല്ലാതെ ഇതിന് യാതൊരു പോംവഴി ഇല്ലെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് കൂട്ടുകാരന്മാരും ഇങ്ങനെ പറയാ. ആകപ്പാടെ ചെകുത്താനും കടലിനും ഒക്കെ നടുക്കാണ് നമ്മുടെ അനി നിൽക്കുന്നത്.
ഇതേ സമയം നമ്മുടെ നയനയും ആദർശിനെയും വീണ്ടും കാണിക്കുന്നുണ്ട് കേട്ടോ. അവരെപ്പോഴും ആ റൂമിൽ തന്നെയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റിക്കറങ്ങാനൊക്കെ അവർ ഇതുവരെ പോയിട്ടുമില്ല. ആ റൂമിൽ തന്നെയാണുള്ളത്. വിവാഹം കഴിഞ്ഞിട്ട് അവർ അങ്ങനെ ഒരു ജീവിതം അവർക്ക് ഇതുവരെ ഉണ്ടായില്ലല്ലോ. ഭാര്യയും ഭർത്താവുമായിട്ട് അവർ ജീവിക്കാത്തത് കൊണ്ട് തന്നെ ആ റൂമിൽ നിന്ന് നമ്മുടെ ആദർശിന് പുറത്തിറങ്ങാനായിട്ട് തോന്നുന്നില്ല. തന്റെ ഭാര്യയെ സ്നേഹിച്ച് എത്രമാത്രം സ്നേഹം കൊടുക്കാമോ അത്രമാത്രം സ്നേഹം കൊടുത്ത് ആ റൂമിനകത്തിരിക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. ഏതായാലും നയന പറയുന്നുണ്ട്, നമുക്ക് എങ്ങും പോകണ്ട, ഇവിടെ തന്നെ ഇരുന്നാൽ മതിയോ, ഏതായാലും നമുക്ക് എങ്ങോട്ടേലും ഒക്കെ പോകണ്ട, ഇവിടം വരെ വന്നിട്ട് വെറുതെ ഈ റൂമിനകത്ത് ഇരിക്കുന്ന എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഇത് ഹണിമൂൺ അല്ലേ, അപ്പൊ പിന്നെ റൂമിനകത്തുനിന്ന് വെളിയിൽ ഇറങ്ങുമൊന്നും വേണ്ട, ഹണിമൂണിന് ആരാ റൂമിനകത്ത് നിന്നൊക്കെ വെളിയിൽ ഇറങ്ങുന്നത്, ഏതായാലും കുറച്ച് ദിവസം ഇങ്ങനെ അങ്ങ് പോട്ടെ, കുറച്ച് ദിവസം അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകണ്ടേ, വീട്ടിലേക്ക് പോകണം, എങ്കിലും കുറച്ചു ദിവസം കൂടെ നമുക്ക് ഇങ്ങനെ അങ്ങ് പോകാടോ, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാല് എല്ലാത്തിനും ഒരു പരിധി കാണൂലോ, ഒരു വരമ്പ് കാണൂലോ, ഇവിടെ ആവുമ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ അടുത്ത് നമ്മുടെ നയനയുടെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങുമ്പോഴത്തേക്കും നയനി ഇതെന്താ ആദർശേട്ടാ, ഇതെന്താ ഇങ്ങനെ ഒരു ഇടവേള ഇല്ലാതെ ഇത് എന്താന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ആ ഒരു രഹസ്യ സംഭാഷണങ്ങളും അവരുടെ ആ ഒരു എന്താ പറയാ അവരുടെ ആ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ്. അവരുടെ സ്നേഹവും സംസാരങ്ങളും ഒക്കെ കുറച്ച് റൊമാൻസ് നാളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7ാം മാസത്തിലെ ചടങ്ങിന് നവ്യയുടെ വീട്ടുകാരെ ഏതായാലും വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നവ്യയുടെ വീട്ടുകാരെ വിളിക്കുക തന്നെ വേണം. അപ്പൊ 7ാം മാസത്തിൽ ചടങ്ങിൽ നവ്യയുടെ വീട്ടുകാർ വരുമ്പോഴത്തേക്കും അവിടെ നന്ദുവും വരുമല്ലോ. ആ ഒരു നെഞ്ചെടുപ്പിലാണ് അനാമിക ഉള്ളത്. അപ്പൊ അനാമിക ജാനകിയോട് പറയുകയാണ്, ഒരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല, അങ്ങനെ അവൾ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ കാണത്തില്ല, 7ാം മാസത്തിലെ ചടങ്ങിന് ഞാൻ ഈ വീട്ടിൽ കാണില്ല, നിങ്ങളായിക്കോ, നിങ്ങളുടെ വാടായിക്കോ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴത്തേക്കും ജാനകി പറയുന്നുണ്ട്, മോളെ അതിന് അവൾ ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, മോളൊരു കാര്യം ചെയ്യുക, മോളുടെ വല്യമ്മയോട് തന്നെ ഈ കാര്യം പറയുക, ഏതായാലും ഏടത്ത് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് യാതൊരു മാറ്റവും ഇല്ലല്ലോ, അതുകൊണ്ട് നന്ദുവിനെ നന്ദു ഇരിക്കണം എന്നുണ്ടെങ്കിൽ നീ ഏടത്തിയോട് തന്നെ പറയണമെന്ന് പറയുന്നു. അപ്പൊ ആ സമയത്ത് നമ്മുടെ ആരാ വരുന്നത്, ദേവയാനി വരുന്നുണ്ട്. ദേവയാനി വരുന്ന കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ അനാമിക ഇവര് സംസാരിക്കുന്ന കേട്ട് കഴിയുമ്പോഴത്തേക്കും ചോദിക്കുക, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഏടത്തി വേറൊന്നുമല്ല, അനാമിക മോൾക്ക് നന്ദു ഇങ്ങോട്ടേക്ക് വരുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ല, അവരിങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ, അവളുടെ അച്ഛനും അമ്മയും വേണേ വരട്ടെ, പക്ഷെ നന്ദു ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമിക മോൾ വീട്ടിൽ നിന്ന് പോകും എന്നൊക്കെയാണ് പറയുന്നതെന്ന് പറയുമ്പം അതിന് മോള് പറയുന്നതിന് ന്യായമുണ്ടല്ലോ, ഏതായാലും മോക്ക് നന്ദു ഇങ്ങോട്ടേക്ക് വരണ്ട എന്നാണെങ്കിൽ ഓക്കെ, കനകദുർഗയും ഗോവിന്ദനും ഇങ്ങോട്ട് വരട്ടെ, നന്ദു വരണ്ട എന്ന് പറയുമ്പോഴത്തേക്കും നവ്യ അവിടെ വന്ന് കയറിയിട്ട് അതെങ്ങനെ ശരിയാകും, ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും എന്റെ 2 അനിയത്തിമാരും എന്റെ അച്ഛനും അമ്മയും ഉൾപ്പെട്ടതാണ്, എനിക്ക് ഈ 7ാം മാസത്തിലല്ല കേട്ടോ, സോറി 5ാം മാസത്തിലെ ചടങ്ങാണേ, ഈ 5ാം മാസത്തിലെ ചടങ്ങ് നടക്കുമ്പം എന്റെ അനിയത്തി ഇല്ലാതെ എനിക്കത് പറ്റത്തില്ല, എന്റെ അനിയത്തിയും കൂടി ഈ ചടങ്ങിൽ പങ്കെടുത്തേ പറ്റൂ. ഓഹോ, അതെവിടത്തെ ന്യായമാ, ഇത് ഞാൻ മുത്തശ്ശിയോടും പറഞ്ഞിട്ട് തന്നെ ഉള്ളൂ കാര്യം, കാരണം എന്റെ അനിയത്തിനെ മാറ്റി നിർത്തി അങ്ങനെ ഒരു ചടങ്ങ് അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ട് അനാമികയാണെങ്കിലും ഇവള് കണ്ടില്ലേ, ഇവള് മനഃപൂർവ്വമാണ്, എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്, ഇവക്ക് എങ്ങനെയെങ്കിലും നന്ദുവിനെ ഇങ്ങോട്ടേക്ക് കയറ്റണം, എന്റെ താലിമാല പൊട്ടിച്ചറുത്തെറിയണം, അതുകൊണ്ട് ഇവളുടെ അവസാനത്തെ അടവാണ് ഇതൊക്കെ, എനിക്കറിയാം, അല്ലെങ്കിലും നന്ദുവിനെ ഇവിടെ കയറ്റി അനിയുടെ ഭാര്യയാക്കാൻ വേണ്ടി ഇവക്കും ഇവളുടെ അനിയത്തിക്കുമാണ് തിടുക്കം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അനാവശ്യ സംസാരിക്കരുത് കേട്ടോ അനാമികയെ, അറിയാലോ എന്റെ അനിയത്തിയുടെ കയ്യിൽ നിന്ന് ഒരെണ്ണം കിട്ടിയത് നീ മറന്നുപോയോ, അവളിവിടെ വരുമ്പം നീ സൂക്ഷിച്ചു നിന്നോ, ചിലപ്പോ അല്ലെങ്കിൽ ഉണ്ടല്ലോ അതിന്റെ ബാക്കിയായിരിക്കും തരാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജാനകി പറയാണ്, എന്താടി നീ പറഞ്ഞത്, എന്റെ മോളെ ഇനി തല്ലുന്നത് എനിക്കൊന്ന് കാണണം, ഒന്ന് തല്ലി, പക്ഷെ ഇനി തല്ലി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ദേവയാനി പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ, എന്തിനാ ഇവിടെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ല നവ്യക്ക് ഇപ്പൊ എന്താ വേണ്ടത്, നിന്റെ അനിയത്തി ഇവിടെ വരണം, അനാമികയ്ക്ക് ഇവിടെ വരാനും പാടില്ല, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നിങ്ങൾക്ക് വേറെ പണിയില്ല, എന്തിനാ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്, ഞാനൊരു കാര്യം പറയട്ടെ അനാമിക പറയുന്ന കാര്യത്തില് എല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല, ഏതായാലും മുത്തശ്ശിയുടെ തീരുമാനമാണ്, അച്ഛന്റെ അമ്മയുടെയും തീരുമാനമാണ് ലാസ്റ്റ് തീരുമാനം, ഇനിയിപ്പം ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല, പിന്നെ നന്ദു വരുന്നതിനോട് എനിക്കും താല്പര്യമൊന്നുമില്ല, ഇനിയിപ്പം അച്ഛനും അമ്മയും അതിനെ എതിർക്കുവാണെങ്കിൽ ഓക്കെ, പക്ഷെ അച്ഛനും അമ്മയെ സമ്മതിക്കുവാണെങ്കിൽ എനിക്കും സമ്മതിച്ചു കൊടുക്കേണ്ടി വരും എന്നാണ് നമ്മുടെ ദേവയാനി ഇവിടെ പറയുന്നത്. ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നവ്യക്കും കുറച്ച് സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ, കാരണം
മുത്തശ്ശനും മുത്തശ്ശിയും നന്ദുവിനെ വരാതിരിക്കാൻ പറയില്ലല്ലോ. നന്ദു ഉറപ്പായിട്ടും വരണമെന്ന് തന്നെയാണ് മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നത്. ഇതിന്റെ ഇടയിൽ നമ്മുടെ ജലജയ്ക്കാണെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. ജലജയാണെങ്കിലും ഇനി 5-ാം മാസത്തിലെ ചടങ്ങും കൂടെ വെച്ച് അവളെ ഇങ്ങോട്ട് ആനയിക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ളൂ. എങ്ങനെയെങ്കിലും 7-ാം മാസത്തില് ചടങ്ങ് 5-ാം മാസത്തിലാക്കി അവളെ പറഞ്ഞു വിടാനുള്ളതിന് മനുഷ്യന് സൗകര്യമില്ല, സമാധാനവും ഇല്ല. അതിന്റെ ഇടയിൽ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ, കലിമൂത്ത് നടക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ അഭി വരുന്നുണ്ട്. അഭി വന്നു കഴിയുമ്പോഴത്തേക്കും ജലജ അഭിയോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഒരു പോങ്ങനായിട്ട് നീ ഇങ്ങനെ നടന്നോടാ, നീ ഒന്നും ചെയ്യണ്ട. 5-ാം മാസത്തിലെ ചടങ്ങ് നടക്കാൻ പോവാ. ഇനി 6, 7, 8, 9 അറിയാലോ. പിന്നെ നീ ഒരു കൊച്ചിന്റെ അച്ഛനായി. പിന്നെ നിനക്ക് ഒരു ബന്ധം കിട്ടാനേ ഇത്തിരി പാട് തന്നെ ആയിരിക്കും. നമ്മളെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോവുക. നീ ഒരുത്തൻ കാരണമല്ലേടാ ഇതൊക്കെ സംഭവിച്ചത്. ഞാൻ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടതാ. ഏതായാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ അഭി പറയുന്നുണ്ട്, ഞാൻ അതിനു മുമ്പ് നോക്കിക്കോ, അവളെ കൊല്ലും. ആ കുഞ്ഞ് ചത്തില്ലെങ്കിൽ ഞാൻ കൊല്ലും. അവളെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് ചാവൂല്ലോ, ജയിലിൽ പോയി കിടക്കുന്നതാ ഇതിനേക്കാളും ഭേദം, അവളുടെ കൂടെയുള്ള ജീവിതത്തിനേക്കാളും ഭേദം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇവയെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ടാണ് ഒരു അടിപൊളി വിശേഷം നാളെ വരാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണുക കേട്ടോ. നാളെ രാവിലെ കറക്റ്റ് 7:30 ആകുമ്പോൾ ഫുൾ വിശേഷവുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. രേവതിയുടെയും സച്ചിയുടെയും ഫുൾ വിശേഷം നമ്മൾ 6:53 ഇടുന്നുണ്ട്. പിന്നെ നാളത്തെ പ്രമോ വിശേഷം നമ്മൾ രേവതിയുടെ സച്ചിയുടെയും ഇതിന് തൊട്ട് മുമ്പായിട്ട് ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ കയറി കാണുക. അടിപൊളി വിശേഷമാണ്. നമ്മുടെ മുത്തശ്ശി അല്ലല്ലോ, അച്ചമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അച്ചമ്മയൊക്കെ വരുന്ന ഒരു അടിപൊളി വിശേഷം തന്നെയാണ് നാളെ കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും പിന്നെ ഒരു പ്രത്യേകിച്ചൊരു കാര്യം കൂടെ പറയാൻ മറന്നു കേട്ടോ. നമ്മുടെ വേദിയുടെയും വിക്രത്തിന്റെയും കഥ നമ്മൾ എന്നും ഇടുന്നുണ്ട് കേട്ടോ. എന്നും ഫുൾ വിശേഷം ഇടുന്നുണ്ട്. അത് നമ്മുടെ റിയൽ സ്റ്റോറി എന്ന് പറയുന്ന ചാനലിലാണ് ഇടുന്നത്. എല്ലാ ദിവസവും നമ്മൾ 9:30 ആകുമ്പം നമ്മുടെ റിയൽ ആയിട്ടുള്ള ഫുൾ വിശേഷം നമ്മൾ ഇടുന്നുണ്ട്, വേദയുടെയും വിക്രത്തിന്റെയും. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി റിയൽ സ്റ്റോറി എന്ന് എഴുതിയിട്ട് നമ്മുടെ ചാനലിന്റെ പേര് എഴുതിയിട്ട്, അതായത് റിയൽ സ്റ്റോറി എഴുതിയിട്ട് കഥയുടെ പേര്, ഒന്നേ നയനിയുടെയും ആദർശിന്റെയും കഥയുടെ പേര്, അല്ലെങ്കിൽ നമ്മുടെ വിക്രത്തിന്റെയും വേദയുടെയും കഥയുടെ പേരൊന്ന് അടിച്ചു കൊടുത്ത് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.